മീനിലോട്ട് ഞാൻ എത്തി നോക്കട്ടെ. അവിടെ തിളപ്പ് വന്ന് നിൽക്കുകയാണ്. ഹായ്, അങ്ങോട്ട് വേഗം തന്നാൽ ഞാൻ വേഗം കഴിച്ച് തീർത്തരാലോ. എന്തിനും ഇത്ര വൈകുന്നത്? ഇതിപ്പോ ആയിട്ടുണ്ട് കേട്ടോ. ആയിട്ടുണ്ടല്ലേ തലക്കറി? നമ്മുടെ തലക്കറി അവിടെ ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ഞണ്ടും കൂടി ഇപ്പം ആവും. തലക്കറി, നെമ്മീൻ തലക്കറി ആയിട്ടുണ്ട്. അപ്പം അതങ്ങനെ ചൂടിൽ ഇങ്ങനെ തിളച്ചോണ്ടേയിരിക്കും. നമുക്ക് നമ്മുടെ ഇനി ഇത് ഫ്രൈ ചെയ്ത് അങ്ങ് എടുക്കാം. വരാറായോ? വരാറായി. സാമ്പാറിന്റെ കഷ്ണം എന്ത് മനസ്സിലായില്ല. എല്ലാം നമ്മളെ കൊച്ചിലുള്ള ഓർമ്മകൾ. ഇയാളെ കൊച്ചിലെ ഈ ഓർമ്മ ഉണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. എന്തോ ഞാൻ ചെന്നപ്പോൾ ഗ്യാസ് ഒന്നുമില്ല. വീട്ടിലെല്ലാവരും പണ്ട് കഞ്ഞിയൊക്കെ വയ്ക്കുന്ന തന്നെ അടുപ്പത്ത് തന്നെ. സാധാരണ ഒരു പണിക്കാരൻ വന്നു കഴിഞ്ഞാൽ ഒരു ഊണും ഒരു മീൻ കറിയും കൂടെ 70 രൂപ. പിന്നെ വറുത്ത മീനാണെങ്കിൽ ചെറിയ കഷ്ണമാണെങ്കിൽ അതുമാണ് 70 രൂപ. അതല്ലാതെ ആണെങ്കിൽ ഇപ്പം നല്ല ഈ മീൻ വാങ്ങുന്നവർക്ക് നമുക്ക് ആ വിലയ്ക്ക് കൊടുക്കാൻ പറ്റില്ല. ഈ വില വാങ്ങുന്നവർക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റുള്ളൂ. കരിമീൻ വാങ്ങുന്നവർക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റും. അങ്ങനെ ഓരോ മീനിന് തന്നെ ഇത്ര ഇത് വലിയ മീൻ ഇത് ആ വിലയ്ക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അത് ഓരോ മീനിനും ഓരോ സൈസ് വെച്ചിട്ടാണ്. കാരണം മുഴുവനായി കൊടുക്കുന്നതുകൊണ്ട് ഓരോ സൈസ് വെച്ചാൽ കൊടുക്കുള്ളൂ. അല്ല നുറുക്കിയാണെങ്കിൽ പ്രശ്നമില്ല, ഓരോ പീസ് അങ്ങ് എടുത്ത് കൊടുത്താൽ സെയിം വില. ഇതങ്ങനെയല്ല. ഇപ്പം എന്തായാലും നമ്മുടെ ഞണ്ട് ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഞണ്ടായിട്ടുണ്ട്, ഞണ്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ കഴിക്കാൻ തുടങ്ങാൻ പിന്നെ കഴിക്കാൻ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ആരംഭം, അതായത് കോരുകയാണ്. ഞണ്ട് ഫ്രൈ ആയിട്ടുണ്ട്, തലക്കറിയും ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ പിന്നെ ചട്ടിയപ്പടി തന്ന സന്തോഷം, പ്ലേറ്റിലാണെങ്കിലും സന്തോഷം. ചിപ്പി ഓർഡർ വന്ന് നമ്മൾ അവിടെ പോയാണ് വീണ്ടും ഇങ്ങോട്ട് വന്നാണ്. നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാം. അപ്പൊ അതിന് തന്നെ ഓയിൽ ഒഴിച്ചു, ഉപ്പ്, ചിപ്പി എന്ന് പറഞ്ഞാൽ നമ്മുടെ കല്ലുമ്മക്കായ, ജീരകപ്പൊടി, പെരിഞ്ജീരകപ്പൊടി, ഇച്ചിരി വെളുത്തുള്ളി, ഇച്ചിരി പച്ചമുളക്, ഇച്ചിരി മഞ്ഞപ്പൊടി കൂടി ഇടുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കും. മൂപ്പിക്കുമ്പോൾ അടുത്ത് ഇപ്പോൾ തേങ്ങ ഇടും. തേങ്ങ ഇടാൻ പോവാണ്. തേങ്ങ ഇട്ടു, ചിപ്പി ഇട്ടു, കല്ലുമ്മക്കായ ഇട്ടു. ചിപ്പിത്തോരനായിട്ടുണ്ട്, അതായത് കല്ലുമ്മക്കായ തോരൻ ആയിട്ടുണ്ട്. എന്തായാലും ഇത് അങ്ങോട്ട് പാഴ്സൽ ചെയ്യട്ടെ, നമുക്ക് ഇനി അവിടെ പൊരിക്കുന്നത് അങ്ങോട്ട് ആവട്ടെ. അപ്പോൾ നമ്മൾ ചേട്ടൻ ഇതെല്ലാം ഒരു ഷാപ്പ് സെറ്റപ്പിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് കപ്പ തന്നിട്ടുണ്ട്, വേറെ എക്സ്ട്രാ മീൻ കറി തന്നിട്ടുണ്ട്, നമ്മുടെ തലയുണ്ട്, ഉണ്ട്. ഇത് നമ്മുടെ എന്ത് ഗ്രേവി ചെയ്ത്? ഇത് മീനിന്റെ അല്ലേ? അപ്പൊ അത് ജസ്റ്റ് ഒന്ന് വെച്ചേക്കാം. ചൂടല്ലേ എല്ലാവർക്കും ആവശ്യം. അതെ. ഓ, നമ്മളാ പുളിയെ ചേർത്തല്ലേ, എനിക്കും അതിനകത്ത് പിടിച്ചിട്ടുണ്ട്, പെട്ടെന്ന് പിടിച്ചിട്ട്. പക്ഷേ മീൻകറി സ്പെഷ്യൽ തന്നെ, പുളി പിടിച്ച മീൻകറിയാണ് വേണ്ടത്. അമ്മ സൂപ്പർ, എന്താ പറയാ, നന്നായിട്ട് പുളി പിടിച്ചിട്ടുണ്ട് ഇതിലും. അതെ, ഞണ്ട് ഫ്രൈ ആദ്യമായിട്ടാണ് ഞാൻ അറിഞ്ഞത്. ഇപ്പം എന്തായാലും ഉണ്ട്, ഞണ്ട് ഫ്രൈ ഉണ്ട്. ഇങ്ങനെയും കഴിക്കാം, ഒരുപാട് കഴിക്കാം, കാരണം ക്രിസ്പി ആവും. നമ്മുടെ മീനിന്റെ പോലെയാണ്, പക്ഷെ മസാലയ്ക്ക് ഇത്തിരി വ്യത്യാസമുണ്ട്. വ്യത്യാസമുണ്ട്. വെള്ളം തന്നെയാണല്ലേ? വെള്ളം തന്നെ ഷാപ്പ് സെറ്റപ്പ് ആക്കിയിട്ട് വെള്ളം തന്നെങ്ങനെ? രാമച്ചൊക്കെ ഇട്ട വെള്ളമാണ്. നല്ല തണവുണ്ട്. രാവിച്ചോട്ട തണുപ്പിച്ചതല്ല, നല്ല തണവുണ്ട്. അതിന്റെ മറ്റേ ഇരുന്നതിന്റെ ഒരു തണവുണ്ട്. അപ്പോഴാണ് ഇവിടെ വെറുതെ ഇരിക്കുന്നത്. ഇവിടെ നല്ല നാടൻ ഫുഡ് കിട്ടുന്ന പല സ്ഥലങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. നമ്മളെപ്പോഴും കാണാറുണ്ട്. ഇന്ന് വേറെ ഒരെണ്ണം കൂടി
അതെ നമ്മളെ ഗൗരി നന്ദന. ഗൗരി നാടൻ നന്ദന. അയ്യോ ഗൗരി നാടൻ. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മൈ മിസ്റ്റേക്ക്. ഗൗരി നാടൻ കട. അപ്പൊ ഇവിടെ നമ്മുടെ തിരുവല്ലം കഴിഞ്ഞിട്ട് കോളം പോകുന്ന റൂട്ടില് കൊല്ലന്തറ പാലോട്ടത് കാണാം. ഹൈവേ എന്ന് കടയിലോട്ടൊരു തടിപ്പാലിട്ടുണ്ട്. അതുകൊണ്ട് ലാൻഡ്മാർക്ക് കൂട്ടാം. അത് കണ്ടിട്ട് ഇങ്ങോട്ട് കയറുക. ഗൗരി നാടൻ കട. ഇങ്ങോട്ട് വന്ന് അല്ലേട്ടാ അവിടെ തന്നെ ഇരിപ്പുണ്ടാവും. ഇങ്ങോട്ട് വിളിക്കുക, നേരെ പിടിച്ചോണ്ട് അടുക്കള കയറ്റുക. ചേട്ടാ ഇത് വേഗം താ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി തരും. കഴിക്കുക വരിക. വളരെ ഡിഷാണ്. അടുത്ത എപ്പിസോഡിൽ കാണാം. ചേട്ടാ താങ്ക് യു.